ഫ്രണ്ട്സോ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേയറിന്റെ കാര്യം. ആരെങ്കിലും റെഡിയാണോ? മാം മ്യൂട്ട് ചെയ്യാൻ പറയാമോ? ഭയങ്കര ശബ്ദം. സംസാരിക്കാൻ നമുക്ക് ഓഡിയോ ഓൺ ചെയ്യാം, ഇതിലൊന്ന് മ്യൂട്ട് ചെയ്യണേ, കാരണം ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. സൂം ഒക്കെ ആണെങ്കിൽ പ്രേയറിന് റെഡി ആയിട്ട് ആരാ? പേര് എന്തായിരുന്നു? ഐശ്വര്യോ? ആശ. ആശ. എന്നുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, മാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. ഇന്നുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ടീച്ചർ ക്ലാസ് തുടങ്ങി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണല്ലേ, ടീച്ചറുടെ ക്ലാസ് കേൾക്കാനുള്ള. താങ്ക് യു സോ മച്ച്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കേണ്ടപ്പോ ഓൺ ചെയ്യണം കേട്ടോ, കാരണം നിങ്ങളുടെ പ്ലാറ്റ്ഫോം ആണ്. സംസാരിക്കാൻ ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയണത് നമുക്ക് എല്ലാവർക്കും ഓഡിയോ ഓൺ ആവുമ്പോ ചിലപ്പോ പറയുന്നത് കേൾക്കില്ല. ഓക്കെ, അനൂപ എന്തെങ്കിലും പറയാനാണോ? എന്തോ എന്നോടാണോ? ഹരിത എന്തെങ്കിലും പറയാനാണോ? ഹരിത ഡാൻസർ ആണോ? ഹരിത കേൾക്കാമോ? ഡാൻസർ ഡാൻസർ ആണോ എന്ന് ചോദിക്കായിരുന്നു, പ്രൊഫൈല് കണ്ടിട്ടേ. ഞാന് അതെ അതെ അതെ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണോ? ഞാനേ ഇന്നലെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഒരു യാത്രയിലായിരുന്നേ. ഞാനിപ്പോ പെട്ടെന്ന് ഓടി വന്ന് ജോയിൻ ചെയ്ത്. എനിക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്ന് ഇരിക്കുന്നതൊക്കെ, അതുകൊണ്ട് ഓടി. അതെ, ഓടി വന്ന് ജോയിൻ ചെയ്തല്ല, അതിനോട് കാണിച്ച ഇൻട്രസ്റ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്തു. എനിവേ ഒന്നും മീൻസ് ജോലിയൊന്നും ഇല്ലാത്ത ദിവസവും ഞാനും കുറച്ചധികം സമയം കിടന്നുറങ്ങുന്ന ആളാണ് കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആയിട്ട് കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തിരുവല്ല വരെ പോയായിരുന്നു. ഞങ്ങള് കട്ടപ്പനക്കാരാണേ. തിരുവല്ല വരെ പോയതിന്റെ യാത്രാക്ഷീണവും എല്ലാം കൊണ്ടാകെ ഇതായിപ്പോ. ഹൈറേഞ്ച് ചെയ്താന്ന് എനിക്ക് മനസ്സിലായിരുന്നു, ഞങ്ങളാണേ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിരുന്നു. ഞാനൊരു 2 വർഷം ഹൈറേഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? പൈനാവില്, നെടുങ്കണ്ടം. പൈനാവില്. ഞങ്ങള് പ്രോപ്പർ കട്ടപ്പന. ഓക്കെ, അപ്പൊ നമുക്ക് വഴിയെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടാം. ശബ്ദം കേൾക്കുമ്പോ തന്നെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും എവിടെന്നാണ്. ഞാൻ എവിടെന്നാന്ന് മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പറഞ്ഞോണ്ടല്ലേ ദിവ്യ? ഇല്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ. അതെ, സംസാരം കേട്ട് മനസ്സിലായോന്ന് ഞാൻ ചോദിച്ചു. എന്റെ സംസാരം കേട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. മാമിന് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് പറയുന്ന പോലെ ഞങ്ങളുടെ ഭാഷയും കൂടെ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്റെ ലൈഫിലൂടെ കുറെ കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്, സ്റ്റുഡൻസ്. ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇടുക്കിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എറണാകുളത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ പഠിച്ചത് ചെങ്ങന്നൂരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും എല്ലാത്തിന്റെ ഒരു മിക്സ്. പിന്നെ നമ്മുടെ ചില ഫ്രണ്ട്സ് സർക്കിളിൽ ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ രീതി ആയിപ്പോ അത് നമ്മൾ എല്ലാവരിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ആദ്യത്തെ ഒരു ആഴ്ച കുറച്ച് ഈ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തിരി പ്രശ്നം ഉണ്ടാവും. കാരണം ഗൂഗിൾ മീറ്റ് ആവുമ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യുന്നത്, ഓഡിയോ ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക്
ഭയങ്കര ഡിസ്റ്റർബൻസും എക്കോയും ആയിരിക്കും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്കത് ശരിയാവും, ഈ പ്ലാറ്റ്ഫോം അങ്ങ് ശരിയാവും. കാരണം വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ മോണ്ടിസോറി മെത്തേഡ് പഠിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ പല ബാച്ചിൽ മാത്രമല്ല, ആ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിനും ഡൗട്ട് തോന്നും. കാരണം ക്ലാസ് നടക്കുമ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകും. അപ്പൊ കേൾക്കുമ്പോൾ അവർക്ക് മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണോ പഠിക്കുന്നതെന്നൊരു ചോദ്യം വരും. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. അത് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ, ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു എഡ്യൂക്കേഷൻ മെത്തേഡാണ്. അപ്പോ ഈ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ബർത്ത് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാര്യം നമ്മൾ അറിയണം. ബർത്തിന് മുമ്പ് അമ്മയുടെ വോമ്പില്, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. പിന്നെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വളർച്ചയുണ്ട്, ശരീരത്തിന്റെ വളർച്ചയുണ്ട്, മനസ്സിന്റെ വികാസം, അത് നമ്മൾ ഗ്രോത്തും ഡെവലപ്മെന്റും എന്നുമാണ് പറയുന്നത്. ശരീരത്തിന്റെ ആ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതാണ് ഗ്രോത്തിൽ വരുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിപരമായിട്ട് ലാംഗ്വേജ്, പിന്നെ കുട്ടി ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതെല്ലാം ഈ ബാക്കി ഡെവലപ്മെന്റിൽ വരും. ഈ ഗ്രോത്ത് നമ്മളൊരു മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും നിൽക്കും, അല്ലെ? നമ്മളുടെ ഹൈറ്റ്, അല്ലെ, നമ്മളുടെ ഇത് ഫേസിന്റെ ഷേപ്പ്, അങ്ങനെ എല്ലാം ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ നിൽക്കും. ഈ വണ്ണം വെക്കുക എന്നുള്ളത് അത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കുട്ടികളുടെ ആ ഒരു, അതായത് നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു പ്രായം, അതാണ് നമ്മൾ മെച്യൂരിറ്റി എത്തുമ്പോൾ ഗ്രോത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധി അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ലാംഗ്വേജ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുവഴി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഗ്രോത്തിനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചും നമ്മൾ പഠിക്കണം. ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചാലാണ് ഏത് ഏരിയയിലാണ് കുട്ടിക്ക് കുറവുള്ളതെന്ന് മനസ്സിലാക്കി നമുക്ക് ഇടപെടാൻ പറ്റും. നമ്മള് വീട്ടില് മേ ബി ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടി നമ്മുടെ നൈബർഹുഡിലേക്ക് കൂടെ നമുക്ക് കൂടി വന്നാൽ ഒരു 10-15 അത്രയും കുട്ടികളുമായിട്ടായിരിക്കും ഡെയിലി കണക്ഷൻ വരുന്നത്. പക്ഷെ നമ്മളൊരു ടീച്ചർ ആയി കഴിയുമ്പോൾ നമുക്ക് കണക്ഷൻ വരുന്ന കുട്ടികളുടെ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലേ. ഇപ്പൊ ഈവൻ നിങ്ങളുടെ കുട്ടികളുള്ള മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. ഒരു കുട്ടിയുള്ളവരുണ്ടാവും, 2 പേരുള്ളവരുണ്ടാവും, 3, 4 പേരുള്ളവരൊക്കെ ഉണ്ടാവും. എനിക്ക് 2 കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും ജനിക്കുവാണ് അവിടെ, അല്ലെ? അപ്പൊ ആ കുഞ്ഞിന് നമ്മൾ പുതിയ അച്ഛനും അമ്മയാണ്. രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കും നമ്മൾ പുതിയ അച്ഛനും അമ്മയാവണം. ആദ്യത്തെ കുട്ടിയുടെ അച്ഛനും അമ്മയും ആയ പോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ 2 കുട്ടികളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്തവർ പലരും ഇവിടെ ഉണ്ടോ? ഉണ്ട് മാം. നമുക്ക് 2 പേരോടും പെരുമാറാൻ പറ്റില്ല, അല്ലെ? ഞങ്ങൾ ശരിക്കും പറഞ്ഞ 3 പേരാണ്. ഞാൻ, ചേച്ചി, എന്റെ ബ്രദർ. ചേച്ചിയും ഞാനും തമ്മിൽ 1.5 വയസ്സിന്റെ ഡിഫറൻസ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ജനിക്കുമ്പോൾ ചേച്ചി വളരെ കുഞ്ഞാണ്, 1.5 വയസ്സാവണേ ഉള്ളൂ ചേച്ചി. അപ്പൊ ചേച്ചി ഫസ്റ്റ് ചൈൽഡ് ആയതിന്റെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി വളരെ ഹെൽത്ത് കുറഞ്ഞ ആളായിരുന്നു, ഞാൻ അത്യാവശ്യം നല്ല സൈസുള്ള ആളായിരുന്നു എന്നാണ് എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു. അപ്പൊ ഈവൻ ഞാൻ ജനിച്ചപ്പോഴും ചേച്ചിക്കായിരുന്നു കൂടുതൽ കെയർ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ആള് ഫിസിക്കലി വളരെ വീക്കായിരുന്നു. ഞാനിങ്ങനെ, അമ്മ പറയും, സെൽഫ് മെയ്ഡ് ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നതാണ്, തന്നെത്താനെ വളർന്നു. അല്ലെങ്കിൽ നടുക്കത്തെ കുട്ടികൾ അങ്ങനെയാണെന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. പിന്നെ ബ്രദർ, അവന് 3ാമത്തെ കുട്ടി ആയതുകൊണ്ടും ആൺകുട്ടിയാണെന്നുള്ള ഒരു പരിഗണനയും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 3 പേർക്കും അവര് 3 രീതിയിലുള്ള അച്ഛനും അമ്മയും ആവുകയാണ് ചെയ്തത്. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളും വളർന്നത്. അപ്പൊ നമ്മൾക്ക് മക്കളുണ്ടായപ്പോ 2 പേരും എക്സ്ട്രീം തന്നെയാണ്. അവര്, എനിക്കൊരു മോളും ഒരു മോനുമാണ്. 4 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. മോളാണ് മൂത്തത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുക, നമ്മൾ ഒരാൾ ആദ്യത്തെ കുട്ടിയോട് എങ്ങനെയായിരുന്നു അതുപോലെ ആകാൻ പറ്റില്ല രണ്ടാമത്തെ ആളോട്. നമ്മളുടെ മുന്നിൽ സ്കൂളിലാവുമ്പോ 2 കുട്ടിയൊന്നും അല്ല, 3 കുട്ടിയൊന്നും അല്ല, 30-40 കുട്ടികൾ വരും. പല ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത്രയും കുട്ടികൾ വരും. അത്രയും പേർക്ക് നമ്മൾ മാറണം.
ഓരോരുത്തരും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ അത് പഠിക്കാൻ നമ്മൾ സൈക്കോളജി പഠിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുന്നത്. പക്ഷെ എന്നാലും ആ സബ്ജക്റ്റിന്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു പോകും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പലർക്കും തോന്നാം ഓൺലൈൻ ആവുമ്പോൾ ചിലപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും അങ്ങ് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓൺലൈനിൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, സക്സസ് ആവുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് തോന്നാം. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ 22ാമത്തെ ബാച്ചാണ്. സക്സസ്ഫുള്ളി 11 ബാച്ചിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞു. 12ഉം 13ഉം ഇപ്പൊ എക്സാം എല്ലാം കഴിയാറായി റെഡി ആകുന്നു. അപ്പൊ അങ്ങനെ പലരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. കോഴ്സ് തീരുന്നതിന് മുമ്പ് പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളുടെ പാഷനിലൂടെ തന്നെ നമ്മൾ കരിയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കരിയറിലേക്ക് പോകുന്നത് നമ്മളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാഷനായിരിക്കും. ടീച്ചിങ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പലരും എപ്പോഴും പറയുമ്പോൾ എനിക്കൊരു വരുമാന മാർഗം വേണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ BEdനൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പിന്നെ ചിലര് ജീവിതത്തിന്റെ കുറെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ കുറെ സമയം വെറുതെ ഇരുന്ന് മടുപ്പായപ്പം അങ്ങനെ എൻഗേജ്ഡ് ആവാൻ അങ്ങനെയും ഉണ്ട്. എന്ത് തന്നെയായാലും ഓൾ ആർ വെൽക്കം. ഞാനും ഇവിടെ നന്നാവും, നിങ്ങളും നന്നാവും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് കുട്ടികളുടെ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ആദ്യമേ തന്നെ കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, ഹൈജീന്റെ ഇമ്പോർട്ടൻസ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ലൈഫില് ഹെൽത്തിനും ഹൈജീനും എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? അത് ഓൺ ദ വേ ആണോ? പലർക്കും കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. കിട്ടിയിട്ടില്ല മാം. ഈ ബുക്കിന്റെ ഒരു നമ്പർ തന്നിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്യാനുള്ള. പക്ഷെ ആ നമ്പറിൽ അയക്കാൻ നോക്കുമ്പോ ഗൂഗിൾ പേ ഇല്ല എന്നാ പറയുന്നു. നമ്പറിന് എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അനിയനാ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുന്നത്, എന്റെ അടുത്തില്ല. അപ്പൊ ഓൻ പറഞ്ഞു ഇടത്തില്ല. കോണ്ടാക്ട് ചെയ്ത PRO ആരാണ്? എനിക്ക് ആ മാമിന്റെ പേര് ഓർമ്മയില്ല. ആർക്കെങ്കിലും അറിയോ? റോസ എന്ന് പറഞ്ഞിട്ട് നമ്പറില്ല ഞാൻ ചെയ്തത്. ബിന്ദുജ മാം ആണോ? ഞാനതെ റോസ എന്നൊരു നമ്പറില്, പിന്നെ ബിന്ദുജ എന്നൊരു റെക്കോർഡിന്റെ ഒക്കെ ആ നമ്പറാണ്. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. അതുവരെ ഒന്ന് ക്ഷമിക്കൂ. കാരണം ഇത് ആരാ നിങ്ങളുടെ PRO എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ടെക്സ്റ്റിന്റെയും ബാക്കി ബിന്ദുജയെ ഞാൻ കോൺടാക്ട് ചെയ്തോളാം, കുഴപ്പമില്ല. ബാക്കി അല്ലാതെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങളിലേക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എത്തിച്ച ഒരാളുണ്ടാവുമല്ലോ ഫോൺ ചെയ്ത്. ഒരു PRO ഉണ്ടാവും, എല്ലാ കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഓക്കെ, നമ്മളിപ്പോ ടെക്സ്റ്റ് കിട്ടിയാലേ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ടെക്സ്റ്റ് ഇല്ലാതെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഈ ഒരാഴ്ച എന്തായാലും ആ ഒരു ഇൻട്രൊഡക്ഷൻ ആ ഒരു രീതിയിലായിരിക്കും. ഞാൻ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഹരിത പറഞ്ഞു കുട്ടിക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലിലായി, നമ്മളെല്ലാരും വിഷമിച്ചു പോകും. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ. യെസ് പ്ലീസ്. സോറി ടു ഇന്ററപ്റ്റ്. അല്ല, ഇപ്പോ സൈൻ ഇൻ സെഷൻ ഇപ്പൊ വേണ്ടേ? അത് പറയണ്ടേ? അത് പിന്നെ ഞാൻ വിചാരിച്ചു ആരും പ്രിപ്പയർഡ് ആയിരിക്കില്ല വിചാരിച്ചിട്ടോ. ഇല്ലല്ല, ഞങ്ങൾ എല്ലാരും പ്രിപ്പയർഡ് ആണ്. യെസ് പ്ലീസ്. ഞാനാണ് സൈൻ ഇൻ പറയാൻ പോകുന്നത്. അനുവദിച്ചില്ല എന്ന് തോന്നുന്നു. ശരി, സോറി ടു ഇന്ററപ്റ്റ്. Okay. Good morning, ma'am, teacher, and my dear fellow students. I warmly welcome you all for the Montessori training. I hope we have a great learning session together. Thank you. Thought for the day, no? Thought for the day, Shahanas ആണോ? തോട്ട് ഫോർ ദ ഡേ, ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയണല്ലോ. നമ്മുടെ സ്വന്തമായ മീനാക്ഷിയാണോ മീനോ അങ്ങനെ എന്തോ ആണ് മാഡം ക്രിയേറ്റീവ് ഗ്രൂപ്പിനകത്തില്. മീനാക്ഷിയോ ചിലപ്പോ ഇനി ജോയിൻ ആവാത്താണോ? മിനി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു.
മിനിയാണോ? മിനിയാണ്. മിനി ഉണ്ടോ? ഇല്ലായിരിക്കും. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ എല്ലാരും ഉണ്ട് മേഡം, എല്ലാം പേര് തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാരും കേറാൻ വൈകിട്ടുണ്ട്, കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓ ശരി ശരി. 15 minutes മീൻസ് 20 minutes ആയല്ലോ, 10:50 ആയി. അപ്പം ആരെങ്കിലും പറയാൻ റെഡിയാണോ? മീനു അല്ലെങ്കിൽ മീനാക്ഷി, ഇനി അഥവാ വരുവാണെങ്കിൽ മീനാക്ഷിയും പറഞ്ഞോട്ടെ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും. Hello, ma'am. മിനി. മിനിയാണോ? ഓക്കെ മിനി. I was trying. ഞാൻ എന്റെ ഇത് നോക്കുമായിരുന്നു, എനിക്കത് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. ശരി. ഞാനെന്നാ പറഞ്ഞോട്ടെ. കോട്ട് ഓഫ് ദി ഡേ ഞാൻ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. അത് ഞാനൊരു ഇത് പറഞ്ഞിരിക്കുന്നത്, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വംശീയമായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുകയും ലോകമെമ്പാടും മനുഷ്യാവകാശങ്ങൾക്കുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന്റെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. വിദ്യ കുഞ്ഞുങ്ങളിലേക്ക് കളികളിലൂടെയും പുതിയ പഠന രീതികളിലൂടെയും പകർന്നു കൊടുക്കുവാൻ നമ്മളെ ഒരുക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും അതിൽ വിജയം വരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു ക്ലാസ്സും കടന്നു പോകുന്നത് പലപ്പോഴും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയത്തിലൂടെ ആയിരിക്കും, എന്തെങ്കിലും ഒരു തോട്ടിലൂടെ ആയിരിക്കും. നെൽസൺ മണ്ടേല അദ്ദേഹം കുറെ ബുദ്ധിമുട്ടിയ ആളാണല്ലോ. ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനം, അങ്ങനെ അതിനെതിരെ അദ്ദേഹം കുറെ വർക്ക് ചെയ്തു. ആ സമയത്ത് ഗാന്ധിജിയുമായിട്ട് വളരെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ പലപ്പോഴും നമ്മളുടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചില കൺട്രീസിലൊക്കെ പോകുമ്പോൾ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ ഇന്ത്യൻസിനെ മാത്രമല്ല ഏഷ്യൻസിനെ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന കാര്യം. മുംതാസിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ആഡ് ചെയ്യേണ്ടവരൊക്കെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടുള്ളൂ. അപ്പൊ ആഡ് ചെയ്യേണ്ടവർ ആ മെസ്സേജ് ഒന്ന് നോക്കി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളുടെ സൈൻ ഇൻ, പ്രെയർ, തോട്ട് ഫോർ ദി ഡേ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് അത് നടന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പ്രെയർ കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പല ബാച്ചുകളും ചിലപ്പോൾ 1 വീക്ക് ഒക്കെ എടുക്കും അന്ന് ശരിയായി വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു. ഓക്കെ ഓക്കെ. മിനി മാം ടീച്ചറാണോ? ഞാൻ കുറച്ചുനാള് പഠിപ്പിച്ചിരുന്നു മാം. മോള് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇപ്പോ എനിക്ക് മോണ്ടിസോറി ചെയ്യണം, കുഞ്ഞു കുട്ടികളുടെ കൂടെ കുറച്ചാള് ചെലവഴിക്കണം എന്നൊരാഗ്രഹം, അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഏത് സ്കൂളിലാ പഠിപ്പിച്ചിരുന്നത്? ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് അരുന്ധതി റോയുടെ പള്ളിക്കൂടം എന്ന് പറഞ്ഞു. അരുന്ധതി റോയുടെ അമ്മ മേരി റോയുടെ സ്കൂൾ. ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മിനിമാമിന്റെ അടുത്ത് നിന്ന് കിട്ടണം. കാരണം പള്ളിക്കൂടം സ്കൂളിൽ പഠിച്ച അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേസിങ്. സോ മാമിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാ കഴിയുന്ന എല്ലാ സഹായവും. അതെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ കോട്ടയത്താണോ വീട്, അതോ കോട്ടയത്താണോ താമസിക്കുന്നത്? ആക്ച്വലി എന്റെ വീട് എറണാകുളത്താണ്, കല്യാണം കഴിച്ചിരിക്കുന്ന കോട്ടയത്ത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇവിടെ പേരൻസിന് സുഖമില്ലാഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. കോട്ടയത്ത് എറണാകുളം, മിക്കവാറും കൂടുതലും കോട്ടയത്താണ്, ഇടയ്ക്ക് എറണാകുളത്ത് വരേണ്ടി വരും. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് പ്രോപ്പർ എറണാകുളത്ത് ടൗണിൽ തന്നെയാണ്. കോട്ടയത്തോ? കോട്ടയത്ത് ഞങ്ങൾ വടവാതൂർ മണർകാട് ഭാഗത്താണ്. ഞാൻ പച്ചക്കര പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 2003-4 ആ ടൈമില്. ഓക്കെ ഓക്കെ. അപ്പൊ കോട്ടയം ടൗണിലെ YWC ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. ഓ, അതൊക്കെ അവിടെ അടുത്താണ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഓക്കെ 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 ഓക്കെ. സോ മനസ്സിലായില്ലേ, നമ്മുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. ഇപ്പൊ ഞാന് ഡാൻസറെ കണ്ടു, പാട്ട് പാടുന്നവരെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അല്ലാതെ പല പല കാര്യങ്ങളിലും പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ട്. അപ്പോൾ ആദ്യം നമ്മളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്നാലാണ് നമുക്ക് മറ്റുള്ളവരുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
പിന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും. കുട്ടികൾക്ക് നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടല്ലേ ക്ലാസ് കൊടുക്കുന്നേ. നമ്മൾ ചെയ്യാത്തൊരു കാര്യം കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാലല്ലേ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. കുട്ടികളോട് പാട്ട് പാടാൻ പറയണമെങ്കിൽ നമ്മളും പാടണം. ആക്ഷൻ സോങ്, കുട്ടികൾക്ക് ആക്ഷൻ സോങ് ആണ് ഇഷ്ടം. അവർക്ക് വിഷ്വൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് എത്തും. അവരങ്ങ് അബ്സോർബ് ചെയ്യും. ഒരു സ്പഞ്ച് പോലെയാണ്, വെള്ളത്തിലേക്ക് ഇട്ടങ്ങ് വലിച്ചെടുക്കുന്ന പോലെ കുട്ടികളെല്ലാം അബ്സോർബ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. മെമ്മറി ഒക്കെ വളരെ ഷാർപ്പാണ്. അപ്പൊ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞിന്റെ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ടൈമാണ്. കാരണം 3 വയസ്സ് വരെ അവരുടെ മെമ്മറി അൺകോൺഷ്യസ് ആണ്. ഓർമ്മ, കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ആഫ്റ്റർ 3 years കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മയായിരിക്കും. അപ്പൊ 3 to 6 years ആണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെയും ഡെവലപ്മെന്റിന്റെയും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സമയം. നമ്മളൊരു വീടിന് അടിത്തറ ഇടുന്ന പോലെ എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ വരുന്നത് ഈ ഒരു ഏജിലാണ്. അതായത് ലാംഗ്വേജ്, കുട്ടിയുടെ ബോഡി കൺട്രോൾ. കാര്യം 1 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നടക്കുമെങ്കിലും കുട്ടി സ്വന്തം ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് 3 to 6 years. അതാണ് ഒരു 4 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികളെ കൊണ്ടുപോയി ഡാൻസ് ക്ലാസ്സിന് ചേർക്കുന്നത്. കരാട്ടെ, ഡാൻസ് ക്ലാസ്, അങ്ങനെയുള്ള കുറെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതിൽ ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ആളുകളുമായിട്ട് ഇടപഴകുന്നത്, കുട്ടികൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത്, കുട്ടിയുടെ ഭാഷ വളരുന്നത്, പിന്നെ അതുപോലെ തന്നെ മസിൽസിന്റെ മൂവ്മെന്റ്, ശരീരത്തിന്റെ മൂവ്മെന്റ്, നല്ലൊരു ഫിസിക് ആകുന്നത്, അങ്ങനെ സ്ട്രോങ് ആകുന്നത്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതൊക്കെ ആഫ്റ്റർ 6 years കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂടും. നമുക്ക് ആദ്യം ഹെൽത്തിലേക്ക് വരാം. നിങ്ങളുടെ ഫസ്റ്റ് സിലബസിലെ പാർട്ട് 1 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 8 യൂണിറ്റ്സ് നിങ്ങൾ നമ്പർ ഇട്ട് കണ്ടു. അതിലെല്ലാം കുട്ടികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ 8 യൂണിറ്റ്സും കൂടെ ചേർത്തിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ആ ടൈറ്റിലിൽ നിന്ന് തന്നെ ഏകദേശം കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് പഠിക്കണം, അങ്ങനെയൊക്കെ. ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും അസുഖങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയും നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. മോഡേൺ കൺസെപ്റ്റ് ആണ്. ട്രഡീഷണൽ നോളജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. അതിലെ ഫസ്റ്റ് പോയിന്റ് ഹെൽത്ത്. ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഓഡിയോ ഓൺ ചെയ്ത് പറയേണ്ടവർക്ക് പറയാം, ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവർ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടു. രോഗമില്ലാത്ത അവസ്ഥ. യെസ്, രോഗമില്ലാത്ത അവസ്ഥ. ഇനിയോ? മാനസികമായും ശാരീരികമായും സുഖമായിരിക്കുന്ന അവസ്ഥ. മാനസികമായ അസുഖമായിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ. ശ്രുതിത പറഞ്ഞു രോഗമില്ലാത്ത അവസ്ഥ. സിനി പറഞ്ഞു ശാരീരികമായും മാനസികമായും സുഖമായിരിക്കുന്ന അവസ്ഥ. ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒറ്റ സെന്റൻസ് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഫിസിക്കൽ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സുമി, ഞാൻ ആദ്യം കേട്ടില്ല, എന്താണ്? നമുക്ക് ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മുന്നോട്ട് എല്ലാം ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് നോർമൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അനീറ്റ പറഞ്ഞു ഹെൽത്ത് ഈസ് വെൽത്ത്. ഷഹനാസ് എന്താ പറയാമെന്നു? പൂർണ്ണ ആരോഗ്യം. ആരോഗ്യമുള്ള അവസ്ഥ. ആരോഗ്യമുള്ള അവസ്ഥ. നിത്യ പറഞ്ഞു ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് കൂടുതലാവും. ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവ് തിങ്കിങ് കൂടുതലായിരിക്കും. അംഗവൈകല്യം ഒന്നുമില്ലാതെ നല്ല ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു ഡാൻസിന് വരണം കണ്ടോ. ഡാൻസിന് നമ്മുടെ ബോഡി മുഴുവൻ ആവശ്യം. അംഗവൈകല്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഓക്കെ. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എന്നീ തലങ്ങളിൽ ഒരേ സമയം കൈവരിക്കുന്ന പൂർണ്ണമായ ഒരു ക്ഷേമാവസ്ഥ. പേരെന്തായിരുന്നു? ബിന്ദു. വെൽനസ്. ബിന്ദു പറഞ്ഞു എല്ലാ ബോഡിലി ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് നടക്കുന്ന അവസ്ഥ.
മെറ്റബോളിസം, എല്ലാ ബോഡിലി ഫങ്ഷൻസും പ്രോപ്പറായി നടക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ഡൈജസ്റ്റ് ആയി വരുന്നു. പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നു, ഓടാൻ പറ്റുന്നു, ചാടാൻ പറ്റുന്നു, ഡാൻസ് കളിക്കാൻ പറ്റുന്നു, അങ്ങനെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായി നടക്കും. ഓക്കെ. സോ നമുക്ക് അപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞു അല്ലേ. നല്ല ഭക്ഷണം കഴിച്ച് നല്ലൊരു ആരോഗ്യം, നമ്മുടെ ശരീരവും മനസ്സും സമാധാനമായിട്ടിരിക്കണം. അതുപോലെ തന്നെ ബോഡി ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കണം. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. നമ്മളുടെ ബോഡി ഓർഗൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. അതും ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ നമ്മളുടെ ഒരു മോഡേൺ കൺസെപ്റ്റ് ഒക്കെ പറയുന്നത്, നമുക്ക് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായം വളരെ കുറവായിരുന്നു. മായം ഉണ്ടാവാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന സമയത്തും അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാക്കി. നമ്മുടെ വീടിലെ പറമ്പിൽ നിന്നും നിറയെ സാധനങ്ങൾ കിട്ടുന്ന പാല്, അങ്ങനെ എന്തിനും ഉള്ള അന്നത്തെ ടേസ്റ്റ് ഇന്ന് പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്ന് വന്നവരാണ്. അപ്പൊ നമ്മള് വീട്ടില് മാക്സിമം പച്ചക്കറികൾ നടാനും അങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ ശ്രമിക്കാറുമുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷനാണ്. വരുന്ന പച്ചക്കറികളിലൊക്കെ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ, വെള്ളത്തിൽ മാലിന്യം കളരുന്നോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ നേച്ചറിൽ നിന്നും നമുക്ക് നല്ല റിസോഴ്സസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ നേച്ചറെ പരിപാലിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പൊ ഹെൽത്തിന്റെ കാര്യം നമ്മളിത് പറഞ്ഞു. രോഗമില്ലാത്ത അവസ്ഥ, നമ്മുടെ എല്ലാ ബോഡി ഫങ്ഷൻസും പ്രോപ്പറായി നടക്കുക, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസും നമുക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നല്ല വെല്ലായിട്ടിരിക്കണം, നല്ലതായിട്ടിരിക്കണം അല്ലെ. ചുരുക്കം പറഞ്ഞ സുഖം, സന്തോഷം, സമാധാനം. ഹോസ്പിറ്റലിൽ കയറലി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കയറേണ്ട ഒരു അവസ്ഥ വരരുതേ എന്ന് നമുക്ക് മാത്രമല്ല, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനും, നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഏത് ഗ്രൂപ്പിലും, നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കും വിഷമമാവും. നമ്മൾ മാക്സിമം നമുക്ക് എന്താണോ അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക നമ്മളത് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൊളീഗിന് എന്തെങ്കിലും സുഖമില്ലാതായി കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ നമുക്ക് ഒരാളുടെ ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മീൻസ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിനകത്തെ ആ ഒരു ഹൈജീൻ അത് ഇമ്പോർട്ടന്റ് ആണ്. വീടിന് പുറത്തും സറൗണ്ടിങ്സ്, അങ്ങനെ ഒരു വീടും അതിന്റെ സറൗണ്ടിങ്സും അവിടെയുള്ള ആളുകളും നല്ല ഹൈജീൻ ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു സൊസൈറ്റി നന്നാവും അല്ലെ. ഇനി സൊസൈറ്റി ഹൈജീൻ ആകണമെങ്കിൽ ഓരോ വ്യക്തിയും ഒറ്റയ്ക്ക് മാത്രം ചെയ്താൽ പോരാ. ആ ഒരു നമ്മളെല്ലാം ഒരു ഗവൺമെന്റിന്റെ അണ്ടറാണ്. ആ ഗവൺമെന്റ് നമുക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. വേസ്റ്റ് മാനേജ് ചെയ്യാൻ, നല്ല കുടിവെള്ളം, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റീസ്. അങ്ങനെയുള്ള വരുന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സൊസൈറ്റി നല്ല ഹെൽത്തി ആകുന്നത്. അങ്ങനെ പല പല സൊസൈറ്റികൾ ചേരുന്നതാണ് നമുക്കൊരു സ്റ്റേറ്റ് പറഞ്ഞു, സ്റ്റേറ്റുകൾ ചേരുന്നതാണ് ഒരു കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ വേൾഡ് മുഴുവനും അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഈ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള് ആക്റ്റീവ് ആയിരിക്കുന്ന സ്ഥലം, സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുട്ടികള് സ്കൂളാണ്. അപ്പൊ സ്കൂളിലും ഇത് ബാധകമല്ലേ. സ്കൂളിലും നല്ല ഹൈജീൻ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് കുടിക്കുന്നതിനും ക്ലീനിങ് പർപ്പസിനും എല്ലാം നല്ല പോലെ വെള്ളം കിട്ടണം. അവിടെയും ഹെൽത്തിനും ഹൈജീനും ഇമ്പോർട്ടൻസ് ആണ്. സ്കൂളിൽ ആരാളുള്ളത്? നമ്മൾ പാരന്റ്സ് അല്ല പോയിരിക്കുന്നത്, ടീച്ചർമാരാണ്. ടീച്ചർമാരും അതർ സപ്പോർട്ടിങ് സ്റ്റാഫുമാണ് സ്കൂളിലുള്ളവര്. ഇവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് സ്കൂളിലും ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ്, മോഡേൺ കൺസെപ്റ്റിലെ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല ക്ഷമതയോടെയും നല്ല എനർജറ്റിക്കും ആയിട്ട് ചെയ്യാനുള്ള കഴിവ്. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഭക്ഷണം മാത്രം കഴിച്ചാൽ ഫിസിക്കലി ഫിറ്റ് ആവും. യോഗ, നിങ്ങൾ എല്ലാരും എക്സസൈസസ്. അനീറ്റ മെസ്സേജ് ഇട്ടിരുന്നു, എക്സസൈസസ്. അപ്പൊ എല്ലാരും പറഞ്ഞു നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. ഇനി ചെയ്യുന്ന എക്സസൈസ് എങ്ങനെ സെലക്ട് ചെയ്യണം?
50 വയസ്സായ ഞാൻ ഓടാൻ പോയി കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വിഷമിച്ചു പോകും. ഞാൻ ചെയ്യാത്തൊരു ശീലിക്കാത്തൊരു കാര്യമാണെങ്കിൽ. അപ്പം നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള എക്സസൈസുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. പൊതുവെ സ്ത്രീകൾ അടുക്കളയുടെ ഒരു കോർണർ നമ്മളുടെ ഒരു വാമപ്പ് എക്സസൈസിനും നമ്മുടെ ഒരു ആക്ടിവിറ്റിക്കുമായിട്ട് സെലക്ട് ചെയ്യും. ചിലർ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യും, ചിലർ ജിമ്മിൽ പോകും, ചിലർ എറോബിക്സിന് പോകും, ചിലർ സൂംബ ഡാൻസിന് പോകും, ചിലർ യോഗ ചെയ്യും. ഓരോരുത്തരും അവരുടെ ഹെൽത്ത് കണ്ടീഷനും അതുപോലെ തന്നെ ഏജിനും അനുസരിച്ചുള്ള എക്സസൈസുകൾ തിരഞ്ഞെടുക്കും. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് വാക്കിംഗ്. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈവൻ നമ്മളിപ്പോ സിസേറിയൻ കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നടക്കാൻ പറയും. അതുപോലെ തന്നെ ഹാർട്ടിന് സർജറി കഴിഞ്ഞവരോട് നടക്കാനായിട്ട് പറയും. ഏതൊരു ഹെൽത്ത് കണ്ടീഷനിലുള്ളവരോടും പറയുന്നത്, ബെഡ്രിഡൻ ആയിട്ടുള്ളവരോടല്ല, അല്ലാതെ പറ്റുന്നവരോട് നടക്കാനാണ് ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത്. നിരപ്പായ സ്ഥലത്തൂടെ നടക്കുക എന്നുള്ളത്. എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ ജസ്റ്റ് റൊട്ടീൻ ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ദിവസവും ഒരു 40 മിനിറ്റ്സ് നടക്കുന്നത് നന്നായിരിക്കും. വീട്ടിലോട്ട് തന്നെ നടക്കാം, വീട്ടിലത്തോടെ തന്നെ നടന്നാൽ മതി. ഫ്ലാറ്റ് ആയിരിക്കണം സ്ഥലം, ഇങ്ങനെ കുണ്ടും കുഴിയുള്ള അങ്ങനെയുള്ള ഭാഗത്തൂടെയല്ല, ഫ്ലാറ്റ് ആയ സ്ഥലത്തൂടെ ഒരു 40 മിനിറ്റ്സ് നടക്കാൻ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളുടെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഏതൊരു ചിലര് ഡാൻസ് ചെയ്യും, ചിലര് സുംബ ഡാൻസ് ഒക്കെ ഏത് പ്രായക്കാരും ചെയ്യുന്നത് കാണാറുണ്ട്. അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ചിലര് പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് ജിംനേഷ്യത്തിൽ ചെയ്യുന്നവരുണ്ട്. സ്കൂളിൽ കുട്ടികൾക്ക് PT പീരീഡ് പ്രൊവൈഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ ഫുൾ ടൈം അവരിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ എഴുതിയിരുന്ന് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് PT പീരീഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് കുറെ ഓപ്ഷൻസും ഉണ്ട് അല്ലെ. ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ഇതെല്ലാം നമ്മളുടെ ബോഡിയെ ഒന്ന് ഫിറ്റ് ആക്കി വെക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അല്ലാതെ ഭക്ഷണം കഴിച്ച ഒരു ഭാഗത്ത് എപ്പോഴും ചുരുട് കൂടി കിടക്കുക ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോഡി മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ആവൂല്ല, നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. ഓക്കെ, ഈ ഫിസിക്കൽ എക്സസൈസിന്റെ കൂടെ നമുക്ക് കുട്ടികളുടെ കൂടെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഗാർഡനിങ്. അതെ, മനസ്സിനും നമുക്ക് ചെറിയ രീതിയിൽ അത് എക്സസൈസ് തരുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്കും അത് കൈകൊണ്ട് ഓരോന്ന് ചെയ്യാനും ഈ ഹാൻഡ് കോർഡിനേഷൻ ഇതിനും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഞാനിവിടെ ചെയ്തിരുന്നപ്പോ തോന്നിയിട്ടുണ്ട്. അത് ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ്. ഓക്കെ, താങ്ക് യു. മിനി മാമിന്റെ മക്കൾ എത്ര വയസ്സായി? എന്താ മാം പറഞ്ഞേ? മക്കൾ ഇപ്പൊ ഏത് ഏജിലാ? പഠിക്കുവാണോ അതോ? എനിക്കൊരു മോളേ ഉള്ളൂ. ആളിപ്പോ MBA ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡിൽ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ ഇപ്പോ ഓക്സ്ഫോർഡിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ പാരന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? മ്യൂട്ടഡ് മാം. പാരന്റ്സ് കഴിഞ്ഞ വർഷം പാസ്റ്റ് അവേ. ഞങ്ങള് ഇടയ്ക്ക് എറണാകുളത്ത് വരുമ്പോ ഞാൻ തറവാട്ടിൽ വന്ന് 1-2 ദിവസം നിൽക്കും. അങ്ങനെ ഇപ്പൊ എറണാകുളത്ത് വന്നതാണ്. ഇന്നിപ്പോ എറണാകുളത്താണ്. കോട്ടയത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ആരും ഇല്ല. ഞങ്ങള് 2 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സും ആണ്. അപ്പൊ ബ്രദർ കീ തന്നിട്ടുണ്ട് ഞങ്ങക്ക് സിസ്റ്റേഴ്സിന് ഇടയ്ക്ക് വന്ന് തറവാട്ടിൽ നിൽക്കാൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് 2 പേരും വന്ന് നിൽക്കാറുണ്ട്. അതെ. മാം പഠിച്ചതൊക്കെ എറണാകുളത്താണോ? ഞാൻ സെയിന്റ് റിസോഴ്സിലാണ് മാം പഠിച്ചത്. ഞാൻ 82 SSLC പാസ് ഔട്ട് ചെയ്തു. ആക്ച്വലി ഞാനിപ്പോ 58 കഴിഞ്ഞു. 58 ഓക്കെ ഓക്കെ. മിനിമം പറഞ്ഞാല് ശരിയാണ്. അവരുടെ ഹാൻഡിന്റെ മൂവ്മെന്റ്സിന് കൊച്ചുകുട്ടികളുടെ പ്രത്യേകിച്ചും വിരലുകൾക്ക് നല്ല ബലം കിട്ടണം. നമുക്കറിയാം ഒരു കുട്ടികളുടെ ലാർജ് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. അതായത് അവര് ടേൺ ചെയ്യുന്നു അല്ലെ, കമിഴ്ന്ന് വീഴുന്നു, എഴയുന്നു, അങ്ങനെ പിന്നെ പിടിച്ചു നിൽക്കുന്നു, ഇരിക്കണു, നടക്കണു, അപ്പൊ ഒക്കെ ലാർജ് മസിൽസ് ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്മോൾ മസിൽസ് പിന്നീടാണ്, ലാർജ് ടു സ്മോൾ ആണ് നടക്കുന്നത്. അപ്പൊ സ്മോൾ മസിൽസ് എന്ന് പറയുമ്പോൾ വിരലുകളിലെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം അവർ 3 years കഴിയുമ്പോൾ അവർക്ക് എഴുതാൻ തുടങ്ങണം. അപ്പോൾ എഴുതാൻ ആ പ്രീ റൈറ്റിംഗ് എക്സസൈസ് പോലെ നമുക്ക് അവരെ ഗാർഡനിങ് ചെയ്യിക്കാം.
ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഈ വിരലിന്റെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഈ കുട്ടികളൊന്നും ചെയ്യാതെ ഈ സ്കൂളിലേക്ക് വന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ കൈവേദന എടുക്കും എപ്പോഴും ഒരു കംപ്ലൈന്റ്. അതിനു മുമ്പ് നമുക്ക് അവരുടെ ഇത് വിരലിന്റെ മൂവ്മെന്റിന് പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഡോക്ടർ മോണ്ടിസോറിയുടെ എല്ലാ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഗാർഡനിങ് വളരെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ്, നല്ലൊരു ഏതൊരു പ്രായക്കാർക്കും അല്ലെ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്നതാണ്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇനി എന്താണ് വെൽനെസ്? ഹെൽത്ത് പറഞ്ഞു, അതിന്റെ കൂടെ ഹൈജീനും ചേർത്ത് പറഞ്ഞു, ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞു. വെൽനെസ് എന്തായിരിക്കും? Physical and mental well-being. ശാരീരികവും മാനസികവുമായ വെൽബീയിങ്. ഓക്കെ, ഫൈൻ. അതിനൊരു മലയാളം പറയുവാണെങ്കിൽ ക്ഷേമം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ക്ഷേമം അല്ലെ, വെൽഫെയർ എന്നൊക്കെ പറയുമ്പോ ക്ഷേമ പെൻഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ക്ഷേമം. അതായത് ഇപ്പൊ എനിക്ക് നല്ലൊരു വീടുണ്ട് താമസിക്കാൻ, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, ഞാൻ ഹെൽത്തി ആകാനായിട്ട് എനിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, സമയത്ത് ഞാൻ ഫിസിക്കലി ഫിറ്റ് ആകാനായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ല, വഴക്കാണ്, എനിക്ക് ഒരു ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയാണെങ്കിൽ ഞാൻ വെല്ലല്ല, എനിക്ക് വെൽനെസ് ഇല്ല. സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേരുന്ന ഒരു അവസ്ഥ, അതാണ് വെൽനെസ്. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ ഓഫീസിൽ ഒരു സമാധാനമല്ല, ഭയങ്കര വർക്ക് പ്രഷർ, ബോസിന്റെ വക എന്നും ഷൗട്ടിങ്. എത്ര കാശ് കിട്ടിയാലും എനിക്ക് സമാധാനം ഉണ്ടോ? അവിടെയും എനിക്ക് വെൽനെസ് ഇല്ല. സോ വെൽനെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം കൂടെ ചേരുന്നത് സുഖം, സന്തോഷം, സമാധാനം. ഞാൻ വെൽനെസ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. കാരണം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ചെറിയൊരു പോയിന്റ് വെൽനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതൊന്നുമല്ല നമുക്ക് വെൽനെസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ചൂട് കൂടി വരുവാണല്ലേ. എനിക്ക് ഇവിടെ ഈ റൂമില്, എന്റെ ലൈബ്രറി ആണ് കേട്ടത്, ഈ റൂമില് എനിക്ക് ചൂടാണെങ്കിലും ശരിക്കും കിഴക്കോട്ട് ഫേസ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. രാവിലെ ഉദിക്കുന്ന വെയിൽ മുഴുവനും ഈ റൂമിനകത്തേക്കാണ് കയറുന്നത്. നല്ല ചൂടാണ്. എനിക്ക് ഭാഗ്യത്തിന് ഫാനും ഉണ്ട്, AC ഉണ്ട്. എനിക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓൺ ചെയ്യും. ഈ രണ്ട് സാധനം വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ വേണം. എനിക്ക് സ്വസ്ഥമായി ക്ലാസ് എടുക്കാൻ പറ്റുമോ ഈ ചൂടത്ത്? പറ്റില്ല. ക്ലൈമറ്റ് എന്റെ വെൽനെസ്സിനെ ബാധിച്ചു അല്ലേ? അതെ. നമ്മളെല്ലാരും മിക്കവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ആടിയിട്ടെ. നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം നമ്മള് കുറെ ദിവസം മുമ്പേ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് മാച്ചിങ് ആക്സസറി ഒക്കെ എടുത്ത് നമ്മൾ നല്ലപോലെ ഒരു മേക്കപ്പ് ചെയ്യാനൊക്കെ ആളെയൊക്കെ വെച്ച് ഒരു റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഭയങ്കര മഴ. നമുക്ക് സന്തോഷം തോന്നുന്നു? ഇല്ല, ഭയങ്കര സങ്കടം വരും. അപ്പൊ ക്ലൈമറ്റും നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട്. അതെ. ഓക്കെ, നമ്മൾക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, ജോലിയുള്ളവരാണെങ്കിൽ പ്രൊഫഷണൽ ലൈഫും ഉണ്ട്. നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, ഇത് മൂന്നും കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം അല്ലെ? ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ഇടത്തെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റണം. അതാണ് നമ്മുടെ എൻവിയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ചെറിയൊരു കാര്യം മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എക്സ്ട്രാ വരുന്നതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം പിന്നീട്. നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോകാം. ഞാൻ പൊതുവേ നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടോപ്പിക് ചെറിയ ചെറിയ പാരഗ്രാഫ് ആയിട്ട് ഓരോരുത്തരെ കൊണ്ടും റീഡ് ചെയ്യും. അപ്പോ എല്ലാരും മുന്നോട്ട് വരണം തന്നെയാണ്. കാരണം ഞാൻ വായിച്ചത് കേട്ടാൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ ആരും ആരെയും ജഡ്ജ് ചെയ്യില്ല കേട്ടോ. ഇവിടെ ആരും പെർഫെക്റ്റോ ടോപ്പോ ഒന്നുമല്ല. നമ്മളെല്ലാം ഒരേപോലെ പോകുന്നവരെ. അപ്പൊ വായിച്ച്
നമ്മളൊന്ന് തെളിയുന്നു, അത്രയും. പലരും എന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോ വളരെ മോശമായിരിക്കാം, പല പല പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല കേട്ടോ. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ്. ഇത് തെറ്റാണെന്നോ ഇങ്ങനെയല്ലാന്നോ ഒന്നും ആരും ആരോടും പറയില്ല. നമ്മൾ തന്നെ ശരിയാകും. നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് അത് ശരിയാകുന്നത്. നമ്മുടെ 3rd ബാച്ചില് ഒരു കുട്ടി ഉണ്ടായിരുന്നു, 39 ഇയേഴ്സ് ആയിരുന്നു. അത് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു. കാരണം ജോയിൻ ചെയ്യുന്ന സമയത്ത് 4 മക്കളാണോ 3 മക്കളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മൂത്ത മകനൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊക്കെ ഉള്ളതാണ്. എല്ലാ കുട്ടികളും ഹയർ ലെവലിൽ എന്തോ പഠിക്കുന്ന അവരാണ്. അപ്പൊ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. 10th എക്സാം എഴുതിയില്ല. അങ്ങനെ 10th തുല്യതാ പരീക്ഷ എന്ന് കേട്ടിട്ടില്ലേ? തുല്യതാ പരീക്ഷ 10th എഴുതി. +2 തുല്യതാ പരീക്ഷ എഴുതിയിട്ടാണ് നമ്മുടെ ഈ മോണ്ടിസോറി കോഴ്സിന് വന്ന് ചേരുന്നത്. വന്ന് ചേരുമ്പോൾ ആൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ അറിയില്ല. പക്ഷേ ഹോൾ ക്ലാസ് ഏകദേശം ഒരു നിങ്ങളെ പോലെ തന്നെ 100ന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ വായിക്കാനായിട്ട് മുന്നോട്ട് വരും. അതിനൊന്നും ഒരു ഇൻഹിബിഷനും ഇല്ല, ഒരു മടിയുമില്ല. മുന്നോട്ട് വരും, വായിക്കും. അപ്പൊ ബാക്കിയുള്ളവർ എന്താ ചെയ്തെന്നറിയും? അവര് മാറിക്കൊടുക്കും. കാരണം ആളെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, ആളെ ഡെവലപ്പ് ചെയ്യും. തുടക്കത്തില് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ പോലെ ഓരോ അക്ഷരവും വെച്ചായിരുന്നു വായിച്ചിരുന്നത്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞപ്പോ വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. അപ്പൊ അത് ശരിക്കും ആ ഒരു ക്ലാസ് റൂമിലെ ക്ലൈമറ്റ് കൊണ്ടാണ് നടന്നത്. ആ ക്ലാസ്സിലെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്. ഞാനൊന്നും ചെയ്തില്ല, ഞങ്ങൾ ആരും കറക്റ്റ് ചെയ്യാൻ പോയില്ല, ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നടന്നത്. അപ്പൊ അങ്ങനെ എന്റെ ലാംഗ്വേജ് മോശമാണോ, ഞാൻ വായിച്ചാൽ തെറ്റിപ്പോവും, അങ്ങനത്തെ ഇതൊന്നും വേണ്ട, ഒരു ഇൻഹിബിഷനും വേണ്ട. മാക്സിമം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും മാക്സിമം യൂസ് ചെയ്യുക. പെട്ടെന്ന് എനിക്കൊരു പാട്ട് പാടണമെന്ന് ആദ്യം തോന്നുവാണെങ്കിൽ പാടിക്കോളൂ, നോ പ്രോബ്ലം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു നല്ലൊരു ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി, ആ റെസിപ്പി ആരെങ്കിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണോ? പ്ലീസ് ഷെയർ. ഗാർഡനിങ്ങിന്റെ ടിപ്സ് പഠിപ്പിച്ചു തരണോ? പ്ലീസ് ഷെയർ. അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഞാൻ ഈ ഇതിന്റെ PDF ഞാനൊന്ന് ഷെയർ ചെയ്യാം, കാരണം എല്ലാവർക്കും ഒന്നും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. അതെ മാം, ടെസ്റ്റ് ഈ മാസം ലാസ്റ്റേ വാങ്ങാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല. ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല എന്ന് ഓർത്തുള്ള പ്രശ്നമൊന്നും വേണ്ട. ശരി, വന്നോളൂല്ലോ ടെക്സ്റ്റ്. നമ്മൾ 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ? അതായത് ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചും വെൽനസിനെ കുറിച്ചും പറഞ്ഞു. ഇന്ന് തന്നെ നിങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. അതായത് ഹെൽത്ത് റിലേറ്റഡ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്ന പിക്ചർ, നമ്മള് നല്ല സൗണ്ട് സ്ലീപ്പ്, നല്ലപോലെ ഉറങ്ങുന്ന ഒരു പിക്ചർ, പിന്നെന്താ പിന്നെന്താ എനിക്ക് ഹെൽത്തിനെ പറ്റിയ ഒരു പിക്ചർ ഏതാ? ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പിക്ചർ കളിക്കാലോ. ഭക്ഷണം തുറന്നു വയ്ക്കാതിരിക്കുന്നത്, അതെ, എക്സസൈസ്, എക്സസൈസ്. ഫിസിക്കൽ ഫിറ്റ്നസിന് എന്ത് പിക്ചർ കൊടുക്കും? ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കുന്ന. അതെ അതെ, ഫിസിക്കൽ ഫിറ്റ്നസിന് എന്ത് പിക്ചർ കൊടുക്കാൻ പറ്റും? ഡാൻസ് ചെയ്യുന്നത് കൊടുക്കാം, അല്ലെ? എക്സസൈസ് കൊടുക്കാം. എക്സസൈസ് പിക്ചേഴ്സ്, യോഗ ചെയ്യുന്ന കൊടുക്കാം. പിന്നെ വെൽനസിനോ? സന്തോഷമായിരിക്കുന്ന പിക്ചർ കൊടുക്കാം. ഫാമിലി ആയിട്ടുള്ള കറക്റ്റ് ചെയ്യാം. ഫാമിലി ആയിട്ടുള്ളത് ഇരിക്കുന്ന കൊടുക്കാം. പിന്നെ ഓഫീസിൽ എല്ലാവരുമായിട്ട് ഇരിക്കുന്ന കൊടുക്കാം, ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് ഇരിക്കുന്ന കൊടുക്കാം. അങ്ങനെ ഇങ്ങനെയൊക്കെ പല പല. അപ്പൊ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ചെറിയൊരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. പറയൂ. തീർച്ചയായിട്ടും. നമ്മുടെ ക്ലാസിന്റെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ അത് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഡ്യൂട്ടി ടൈം ആണല്ലോ. നമ്മളെ കുറെ ഇപ്പൊ നമ്മൾ 4 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ, ബ്രൈറ്റ്, ആക്റ്റീവ്, അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ഗ്രൂപ്പിൽ നിന്നും എല്ലാവർക്കും കയറാൻ പറ്റുന്നില്ല ലൈവ് ക്ലാസ്സിൽ. അപ്പോ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും ബെറ്റർ ആയിട്ട് കയറാൻ പറ്റുമായിരുന്നു. ഗ്രൂപ്പ് നിങ്ങൾ തന്നെ ഗ്രൂപ്പ് ആക്കിയതാണോ?
അതെ മാം. എന്തൊക്കെയായിരുന്നു ഗ്രൂപ്പിന്റെ പേരെന്ന് പറഞ്ഞു? ആക്റ്റീവ്, ക്രിയേറ്റീവ്, ആക്റ്റീവ് ഗ്രൂപ്പ്, ബ്രൈറ്റ്, ഡ്രീം. ആക്റ്റീവ്, ക്രിയേറ്റീവ്, പിന്നെ കേട്ടില്ല. ബ്രൈറ്റ്, ഡ്രീം ഡ്രീം. ഗ്രൂപ്പ്. റൈറ്റ്, ഡ്രീം. ഓക്കെ, വെരി ഗുഡ്. കാരണം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ. ആൽഫബറ്റ് വെച്ചിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്ലാസിന്റെ ടൈം അത് നിങ്ങൾക്ക് ജയദേവ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് സാറിന്റെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഒന്നും റിക്വസ്റ്റ് ചെയ്യായിരുന്നില്ലേ? അപ്പൊ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു പോയി, പിന്നെ അത് വിട്ടുപോയി. പക്ഷെ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്, മാക്സിമം കയറുക, തീരെ പറ്റാത്തവരാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി എന്ന് പറഞ്ഞു. മാം, ഒരു ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് റെക്കോർഡ് ക്ലാസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇതിപ്പോ ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഒരു ഇന്ററാക്ഷനും കിട്ടില്ല. പിന്നെ അതുപോലെ നമുക്കൊരു ബോറടിക്കുന്ന പോലെ ആയിരിക്കും, കാരണം ആ ഇന്ററാക്ഷൻ എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് തനിയെ ബോറടിക്കാൻ തോന്നും. ഞാൻ ഇപ്പൊ ഫസ്റ്റത്തെ അത് മാത്രല്ല മാം, നമുക്ക് ഈ ലൈവിലുള്ള ആ ഒരു സുഖം ആ റെക്കോർഡിന്റെ അത്രയും വരില്ലല്ലോ. പിന്നെ എടുത്ത് കേൾക്കാം, നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കേൾക്കാം എന്നല്ലാതെ ഇപ്പൊ പറഞ്ഞൊരു കാരണം കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമുക്ക് ഈ ക്ലാസിന്റെ ടൈം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ടീച്ചേഴ്സ് അവൈലബിൾ 10:30 തുടങ്ങി 3:30 വരെയുള്ളൂ. പിന്നെ മറ്റു ബാച്ചുകൾ വേറെ വേറെ ടൈം സ്ലോട്ട്സിലുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ടീച്ചേഴ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം സ്ലോട്ട് നോക്കിയപ്പോൾ ഇതാണ്. അതായത് പ്രീവിയസ് ബാച്ച്, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ബാച്ചിന്റെ ആ ഒരു ടൈം സ്ലോട്ടിലേക്കാണ് നിങ്ങൾ വരിക. അങ്ങനെ ഒരു കാര്യമുണ്ട്. മാക്സിമം നോക്കൂ, ട്രൈ ചെയ്യൂ, നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് നമുക്ക് നോക്കാം. പിന്നെ ക്ലാസ്സിൽ കയറുന്നവരൊരു കാര്യം ചെയ്യണം. ക്ലാസ്സിൽ കയറുന്നവര് ദേ ആർ ലക്കി. കയറാൻ പറ്റാത്തവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അന്ന് ക്ലാസ്സിൽ എന്താണോ സംഭവിച്ചത് അതൊന്ന് ബ്രീഫ് ചെയ്തിടുക. അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് മുഴുവൻ കണ്ട് ബോറടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ബ്രീഫിങ്ങിൽ തന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. ബ്രീഫിംഗ് വായിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് കൊള്ളാലോ, എന്നൊന്ന് കയറി കണ്ടു നോക്കാം എന്നവർക്ക് തോന്നണം. അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ബ്രീഫിംഗ് ചെയ്യണം. എന്തായാലും ഈ ഒരു കൺസേൺ ഞാൻ അറിയിക്കാം. എത്രത്തോളം അത് കാരണം ഈ ഒരു 3:30 വരെയുള്ള ടൈമിലാണ് നമുക്ക് പറ്റുള്ളൂ. പൊതുവെ ഉച്ചയ്ക്ക് ശേഷമായാലും കുഴപ്പമില്ല, ഒരു 2 മണി തൊട്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല. എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്ന സമയത്തായാലും കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്ന് വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. 2 മണിയുടെ പ്രശ്നം എന്താണെന്നറിയോ? 1:30 തുടങ്ങി 2:30 വരെ നമുക്ക് ബാച്ചസ് ഉണ്ട്. അപ്പൊ അങ്ങ് ക്ലാഷ് ആയി പോകും. 2 മണി എന്ന് പറയുമ്പോ ഒന്നുമില്ലാത്തൊരു ടൈം ആയി പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആ ടൈമിൽ. എനിവേ, ഞാൻ ഈ കൺസേൺ ഒന്ന് അറിയിച്ചേക്കാം. നിങ്ങളും കോൺടാക്ട് ചെയ്യുന്ന നിങ്ങൾ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. തുടക്കല്ലേ. ആ ടൈമിലാണ് നമുക്ക് അംഗൻവാടിയിലൊക്കെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. ട്വിൻസ് ആണ് മക്കള്, അപ്പൊ അവരെ കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഈ ടൈമിൽ ഒരു 1 മണി വരെ ഉള്ള ടൈമൊക്കെയാണ് ഓക്കെ മാം. അതുമല്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് നമുക്ക് ബോറിംഗ് ആയിരിക്കില്ല മാഡം. നമ്മ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ക്ലാസ്സിൽ. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് അല്ലേ, നമ്മ ലൈവ് ക്ലാസ് പോലെയല്ല. ഓൺലൈൻ ക്ലാസ്സിലാകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും മാം. അതും ശരി. കാരണം ഇതിപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത്, അംഗൻവാടി ചെറിയ പ്രീ സ്കൂളിലൊക്കെ പോകുന്നവർക്കൊക്കെ ആ ഒരു സമയത്ത് വിളിക്കാൻ പോകണം. ഓക്കെ, അങ്ങനെ എല്ലാം നോക്കിയിട്ടായിരിക്കും ഈ ഒരു ടൈം ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട്. എന്തുകൊണ്ടും രാവിലെ തന്നെയാണ് നല്ലത്. ചെയ്യാൻ ഒരു ഫ്രഷ് ആയിട്ട് വന്ന് ഇരിക്കാം. എനിവേ, നമ്മള് ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകും, അഡാപ്റ്റഡ് ആകും. അഡാപ്റ്റേഷൻ എന്നുള്ളൊരു കാര്യം മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളതാണ് കേട്ടോ. സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആയി പോകുന്നു, പൊരുത്തപ്പെട്ടു പോകുന്നു. മാം, ഈ റെക്കോർഡ് ക്ലാസ് അന്ന് തന്നെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അന്ന് പറ്റില്ല, കാരണം ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകുവാണല്ലോ. 1 മണിക്കൂറത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് സേവ് ആകാനായിട്ട് കുറെ സമയം എടുക്കും. അതാണ് പിറ്റേ ദിവസം ഇടുന്നത്. പിറ്റേ ദിവസം ഇത് വരുന്നത്, മോർണിംഗ് തന്നെ വരുന്നത്. നമ്മുടെ നമുക്കിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് റെക്കോർഡ് ആവില്ല. ഇത് ടൈം എടുത്താണ് ഇത് റെക്കോർഡ് ആവുന്നത്. കാരണം സൈസ് കൂടുതലാണല്ലോ, ടൈം എടുക്കും. സോ നമ്മൾ ബാക്ക് ടു ക്ലാസ്.
നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞു അല്ലെ, ഫോട്ടോസ് കളക്ട് ചെയ്യുക. വരയ്ക്കാൻ അറിയുന്നവര് വരയ്ക്കുക. നമ്മളുടെ സ്വന്തം മാം ഫോട്ടോ ഒന്നുകൂടെ ഒന്ന് പറയാമോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ കളക്ട് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്? നമ്മുടെ യൂണിറ്റിന്റെ ടൈറ്റിൽ കണ്ടോ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഹെൽത്ത് റിലേറ്റഡ്, ഫിസിക്കൽ ഫിറ്റ്നസ് റിലേറ്റഡ്, വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യും. ചാർട്ട് പേപ്പറിൽ അത് കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ബുക്കിൽ ഒട്ടിക്കണോ, ഒരു ആക്ടിവിറ്റി പോലെ അല്ലെങ്കിൽ അസൈൻമെന്റ് പോലെ? കളക്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. കാരണം ചാർട്ടിലാണോ ഒട്ടിക്കേണ്ടത് മാം? ചാർട്ടിൽ ഒട്ടിക്കണം. നിങ്ങൾക്കൊരു ബുക്കില് നോട്ട്ബുക്ക് അതിന് വേണ്ടിയിട്ട് അതൊരു ആക്ടിവിറ്റി ബുക്ക് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. ആക്ടിവിറ്റി ഹെഡിങ് കൊടുത്തിട്ട് ഓരോ ആക്ടിവിറ്റിയുടെ ചാർട്ട് പേപ്പറിൽ ചെയ്യാം. ചാർട്ട് പേപ്പറിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് ചുരുട്ടിയാണല്ലേ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടേണ്ട വരും. നമുക്ക് എടുത്ത് നോക്കാമല്ലോ അല്ലേ? അതെ അതെ, നമുക്കൊരു റെഫറൻസ്, നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ് കേട്ടോ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന അസൈൻമെന്റും ആക്ടിവിറ്റി എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ടീച്ചർ പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം, ആ രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കാം, നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആ രീതിയിൽ നമ്മളുടെ ഒരു റെഫറൻസ് ആണ് നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റ്സും ആക്ടിവിറ്റീസും. വെറുതെ നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കാനായിട്ട് നമ്മൾ അസൈൻമെന്റ്സ് ചെയ്യിക്കില്ല. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ എന്തായാലും ഒരു ടീച്ചർ ആ ഒരു ജോബ് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കണം, എനിക്കറിയാവുന്ന കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ ഞാൻ പൊതുവെ ഒരു അസൈൻമെന്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പേഴ്സണലി വളരെ, അതായത് നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കില്ലേ, ഞാനൊരു ടീച്ചർ ആകുവാണെങ്കിൽ ഇതുപോലുള്ളൊരു ടീച്ചർ ആകണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള കുറെ ടീച്ചർമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ പേഴ്സണലി അറിയാവുന്ന മിനിമം 3 ടീച്ചേഴ്സിനെ പറ്റി എഴുതാനായിട്ട് ഞാനൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ആണ്. നമുക്കൊരു ലക്ഷ്യം, എനിക്കും ഇവരെ പോലെ പറഞ്ഞത്. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന അസൈൻമെന്റാ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞതാണ്. അസൈൻമെന്റ് തരുന്നത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അസൈൻമെന്റ്സ് തരുന്നത്. പിന്നെ അങ്ങനെയുള്ള രീതിയിലുള്ളതേ തരുള്ളൂ. പിന്നെ ഇപ്പൊ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു സർവേ ചെയ്യിക്കാറുണ്ട് ഹെൽത്തിനെ കുറിച്ചിട്ട്. അത് ഈ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും കഴിയുമ്പോഴാണ് ഞാൻ ആ സർവേ കൊടുക്കുന്നത്. സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, നമ്മുടെ അടുത്ത ആൾക്കാർ സർവേക്ക് വരാറില്ലേ, ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും അല്ലാതെ ഗവൺമെന്റിന്റെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സർവേക്ക് വരും ആൾക്കാർ അല്ലെ. ചിലപ്പോ അവിടെ ഒരു ഫോം ടിക്ക് ഇടാനായിരിക്കും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ പോകും. നിങ്ങൾ ചെയ്യേണ്ട സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് സർവേ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ചെയ്യേണ്ട സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി 10 ആളുകളെ മീറ്റ് ചെയ്യുക. ഈ 10 ആളുകൾ എന്ന് പറയുന്നത് 10 എണ്ണം തികയ്ക്കാൻ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യല്ല. ഈ 10 പേര് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസ്, ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരായിരിക്കണം. അതായത് ജോലിയുള്ള ലേഡീസ് ആകാം, ജോലി ഇല്ലാത്ത ലേഡീസ് ആകാം, പിന്നെ കൗമാരപ്രായക്കാരായവരെ നോക്കാം, യൂത്തിനെ നോക്കാം, 60 വയസ്സ് കഴിഞ്ഞവരെ നോക്കാം, പിന്നെ അതുപോലെ എന്താ പറയാ, അങ്ങനെ പല സോഷ്യൽ ലെവൽസിലുള്ളത്, അങ്ങനെയുള്ള ഒരു ആവറേജ് ഫാമിലിയിലുള്ളത്, അങ്ങനെയൊക്കെ പല സോഷ്യൽ ലെവൽസിലുള്ള 10 പേരെ മീറ്റ് ചെയ്യുക. അവരോട് ചോദിക്കുക. ആദ്യത്തെ ചോദ്യം അവരോട് ചോദിക്കേണ്ടത്, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്താണ് ഹെൽത്തിനെ കുറിച്ച്. എന്നിട്ട് അവര് പറയുന്ന ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. കളക്ട് ചെയ്തതിന് ശേഷം അവരോട് 2ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തരും പറയും, ഇപ്പം 60 വയസ്സ് കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാകും, ഡയബറ്റിക് ആയിരിക്കാം, പ്രഷർ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ സർജറി എന്തെങ്കിലും ചെയ്തവരായിരിക്കാം. അപ്പോ നമ്മൾ അങ്ങനെ ചെന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രായമായവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലൊക്കെ സംസാരിക്കാൻ വരുന്നത് കുറേ കാര്യങ്ങൾ അവർ പറയും, അവരുടെ ചെറുപ്പത്തിൽ അവരുടെ ഹാബിറ്റ്സും കാര്യങ്ങളും എല്ലാം പറയും. നമ്മളൊരു
10 പേരോട് ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ അതില് ഒരു 2 പേരെങ്കിലും ചിന്തിക്കും, ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എന്താ ചെയ്യാറ്. അത് നമ്മുടെ ഒരു സെൽഫ് കെയറും കൂടിയാണിത്. അവര് ചിന്തിക്കും, ഇനി ഞാൻ ഇതൊക്കെ, ചില ഹൗസ് വൈഫ് ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി സ്വന്തം കാര്യം ശ്രദ്ധിക്കില്ല. അവര് ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ആരോഗ്യത്തോടെ ഇരുന്നാലാണല്ലോ എനിക്ക് എല്ലാരെയും നോക്കുന്നത്. നമ്മളും ചിന്തിക്കും. ഇത്രയും പേരുടെ കേട്ട് കഴിയുമ്പോൾ, ഞാനും കുറെയൊക്കെ എവിടെയൊക്കെയോ ശരിയാകാനുണ്ട്, ഞാനും നോക്കേണ്ടതുണ്ട് എന്റെ കാര്യങ്ങള്. സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ്. അത് സ്വാർത്ഥതയല്ല കേട്ടോ. സെൽഫ് ലവ്, സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അത് നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ നല്ലപോലെ നോക്കുക എന്നുള്ളത്. അതിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അടുപ്പിക്കരുത് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യത്തിൽ. ഇതാണ് ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ആക്ടിവിറ്റി ആയിട്ട്. ഒന്ന് നമ്മളുടെ ആ ടൈറ്റിൽ വരുന്ന 3 കാര്യങ്ങൾ. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ സർവേയില്, നമ്മുടെ 2 ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ. അതായത് ഹെൽത്ത് ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുന്നു. അപ്പൊ അവര് ഹെൽത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമല്ലോ. ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ പാരഗ്രാഫിൽ അതിനൊരു ഡെഫിനിഷൻ എഴുതുക. ഈ കളക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഹെൽത്തിനൊരു ഡെഫിനിഷൻ എഴുതുക. അല്ലാതെ കളക്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവനും എഴുതി വെക്കണ്ട. കാരണം മിക്കവാറും എല്ലാവരും പറയുന്നത് കുറെ സിമിലാരിറ്റി ഉണ്ടാവും. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞത് ചെന്നെത്തുന്ന ഒരേ കാര്യത്തിൽ തന്നെയായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ, വെൽനസ് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ എഴുതുക. ചെറിയൊരു പാരഗ്രാഫ്, ഒറ്റ സെന്റൻസിലായാലും നോ പ്രോബ്ലം. എന്തുകൊണ്ട് ഒരു സെന്റൻസ് ആയി, എന്തുകൊണ്ട് എസ്സേ പോലെ എഴുതിയില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് തോന്നുവാണ് ഇതാണ് അതിന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ. അത് ചിലപ്പോൾ ഒരു സെന്റൻസിൽ നിൽക്കും, ചിലപ്പോൾ ഒരു കൊച്ചു പാരഗ്രാഫ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കുറെ എഴുതും. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. പിന്നെ മാം, അതെ, നമ്മളിപ്പോ സർവേ നടത്തൂലേ, അപ്പൊ അത് ഏതിന്റെ, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ സബ്മിറ്റ് ചെയ്യുന്നത്? സർവേ നടത്തി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതണം. നമുക്ക് ഒത്തിരി സപ്പോർട്ടിംഗ് ഡിവൈസസ് ഉണ്ടല്ലേ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും. സിമ്പിൾ ഇംഗ്ലീഷ് എഴുതിയാൽ മതി. പറഞ്ഞില്ല ഇവിടെ നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിളിലെ ഗ്രാമർലിയാണ്. എനിക്ക് ഒന്നും കാര്യമായിട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഞാൻ യൂസ് ചെയ്യാം. അത് ഞാൻ ഉപയോഗിച്ചില്ല. എനിക്ക് ഗ്രാമറിൽ ഞാനങ്ങ് യൂസ് ചെയ്യാറുണ്ട്. കുറെ പ്രോംപ്റ്റ്സ് കിട്ടും. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ വലിയ ഭയങ്കര വൊക്കാബുലറിയുള്ള ഇംഗ്ലീഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ എന്റെ ഉദ്ദേശം. പിന്നെ ചില ഒഫീഷ്യൽസ് മെയിലിൽ അയക്കുമ്പോൾ മാത്രം അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. അതിന് വേണ്ടുന്ന പ്രോംപ്റ്റ് എല്ലാം നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരു ബുക്കിൽ ചെയ്താൽ മതിയോ? മതി, ഒരു ബുക്കിൽ ചെയ്താൽ മതി. കറക്റ്റ് ടൈറ്റിൽ വെക്കുക, ബുക്ക് മാർക്ക് ഒക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി പേപ്പർ ഇല്ലേ, പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ കാണുന്ന രീതി വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾ എന്താണോ ആ പേജിൽ എഴുതിയേക്കണം അതൊന്ന് നോട്ട് ചെയ്ത് നമുക്ക് എളുപ്പമുണ്ടല്ലോ. എപ്പോഴെങ്കിലും നോക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഇറ്റ്സ് യുവർ കൺവീനിയൻസ്, നോ പ്രോബ്ലം. ആരൊക്കെ എന്നോട് ചോദിച്ചു ബുക്ക് കവർ ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ ഇറ്റ്സ് അപ് ടു യു. ബുക്ക് കവർ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് കുറയ്ക്കൊന്നുമില്ല. ബുക്ക് കവർ ചെയ്യണ എന്തിനാ, ബുക്കൊന്ന് സെക്യൂർ ആയിട്ട് വെക്കാൻ അല്ലേ. ഞാനൊരു 2017 ഒരു സെക്കൻഡ്, ഒരു കാര്യം കൊണ്ട് നിങ്ങളത് കാണിച്ച് എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മോണ്ടിസോറി കോഴ്സ് ചെയ്തത്. അന്ന് 5 റെക്കോർഡ് ഇട്ടിട്ടോ, ഒരെണ്ണം ബാക്കിലിരിക്കുക. അന്ന് കവർ ചെയ്തത്, ആ കവർ പോയിട്ടേ ഇല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് റെക്കോർഡ് നന്നായിട്ടിരിക്കണം. കവർ ചെയ്യണോ കവർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ റെക്കോർഡിൽ നമ്മളുടെ ഓഫീസിൽ നിന്നുള്ള റെക്കോർഡ് ആകുമ്പോൾ ഫ്രണ്ട് ഷീറ്റിൽ അതിന്റെ എംബ്ലം ഒക്കെ ഉണ്ട് ഈ കാർഡ്ബോർഡ് ഭാഗത്ത്. അപ്പൊ അത് കാണണമെങ്കിൽ മറ്റേ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്താൽ മതി. കവർ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. റെക്കോർഡ് ബുക്കിൽ ചെയ്താൽ മതിയോ മിസ്സേ? അല്ലല്ല, റെക്കോർഡ് ബുക്കിൽ അത് വേറെയാ, റെക്കോർഡ് എഴുതാനുള്ളതാ, അത് വേറെയാ. ഇതിന് നോട്ട്ബുക്സ് മതി, നോട്ട്ബുക്സോ ഡയറിയോ whatever it be. ഓക്കെ. ഓക്കെ then. അപ്പോ ക്ലാസ് കാര്യമായി എടുക്കില്ല.
ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തോളൂ. ഇന്നെന്താ നടന്നത്, വർത്തമാനം പറയുമായിരുന്നു. ബ്രീഫ് ചെയ്താൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കാണാതിരിക്കാലോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. നമ്മളത് എന്നത്തേക്ക് വേണം അപ്പൊ സബ്മിറ്റ് ചെയ്യാനായിട്ട്? ഇത് ഈ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അസൈൻമെന്റ് ആയിട്ട് എഴുതുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം തരും, അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അത് ഫ്ലെക്സിബിൾ ആണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ വേണ്ട. ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യം, അത്രയും. ഓക്കെ മാം, താങ്ക് യു. ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ നീഡ് ടു ഡു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. എല്ലാം ചെയ്ത് വെക്കുന്നതാണല്ലോ അല്ലേ മാം? സെപ്പറേറ്റ് ബുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. എന്തോ എന്തായിരുന്നു? ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ബുക്ക് ആണോ? റെക്കോർഡാണോ? അസൈൻമെന്റ് തരുമെന്ന് മിസ് ഇപ്പൊ പറഞ്ഞില്ലേ? അസൈൻമെന്റ് എഴുതാൻ പ്രത്യേകം ബുക്ക്, ഇങ്ങനെ തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ വേറെ ബുക്ക്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഒറ്റ ബുക്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് കുറെ ബുക്ക് വാങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ പറയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഓരോ റെക്കോർഡ് ബുക്ക് എപ്പോഴത്തേക്കായിരിക്കും എഴുതണ്ടേ? റെക്കോർഡ് ബുക്ക് ഞാൻ ഏപ്രിൽ പകുതി ആകുമ്പോൾ തരാം. കാരണം എന്താ വെച്ചാൽ വെക്കേഷൻ ആണല്ലോ, കുട്ടികളുമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന റെക്കോർഡ് ബുക്കാണ് ആദ്യത്തെ 2 അപ്പൊ അത് ഞാൻ ഏപ്രിൽ പകുതി ആകുമ്പോൾ തരാം. എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അവര് വരയ്ക്കാൻ ഭയങ്കര മിടുക്കരാ, അപ്പൊ വരച്ചൊക്കെ തരും. ഇടയ്ക്ക് ക്ലാസ്സിലൊന്ന് കാണിക്കൂ കേട്ടോ കുട്ടികളെ. തീർച്ചയായിട്ടും. അവര് പരീക്ഷയ്ക്ക് പോയി മാം, 30-ാം തീയതി വരെ പരീക്ഷയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ജിഷ്ണ മാം പറഞ്ഞിട്ടുണ്ട് റെക്കോർഡൊക്കെ എനിക്ക് വരച്ചു തരണം. അയ്യോ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് പറഞ്ഞു ചെയ്തു തരാന്ന് പറഞ്ഞു റെഡി ആയിട്ടിരിക്കോ. ഇരട്ട കുട്ടികളാണ്. 2 ബോയ്സ് ആണോ 2 ഗേൾസ് ആണോ അതോ ബോയ് ഗേൾ അങ്ങനെയാണോ? അല്ല, ബോയും ഗേളും. 3 മിനിറ്റ്സിന് വ്യത്യാസം. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ ഇതും അസൈൻമെന്റിന്റെയും ഒരു സാമ്പിൾ പോലെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? പഴയ ആരുടെയെങ്കിലും റെക്കോർഡിന്റെ ഒരെണ്ണം മാത്രം, ഒരു ഫസ്റ്റ് പേജ് മാത്രം, നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടാൻ. മിനി മാം, അപ്പൊ എല്ലാരും ഒരേപോലെ ചെയ്തു വെക്കില്ലേ? ഓക്കെ. അത് ശരിയാ, ഒരു ഡിഫറെന്റ് വേണം. ഓക്കെ മാം, മനസ്സിലായി. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിനകത്ത് ഇത് തെറ്റാന്നോ ഇങ്ങനെയല്ലാന്നോ ഒന്നുമില്ല. ജിഷ്ണ മാം ഒരു 2 സെക്കൻഡ് മിനിമയുടെ അടുത്തുനിന്ന് ചോദിക്കാനായിരുന്നു. ഞാൻ അരുന്ധതി റോയ് താമസിക്കുന്ന വീടിന്റെ കുറച്ച് ഇങ്ങോട്ട് 1 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. അയ്മനത്താണ് താമസിക്കുന്നത്. അരുന്ധതി റോയ് നമ്മുടെ വീടിന്റെ കുറച്ച് മാറിയാൽ അദ്ദേഹത്തിന്റെ വീടാണ്. മിനിമം അത് പറഞ്ഞത് കൊണ്ടാണ് ഞാനും പറഞ്ഞത്, ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചു. ഞാൻ അയ്മനത്താണ് താമസിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ അയ്മനത്ത് സ്റ്റേജിന്റെ അമ്പലത്തിന്റെ ഡൽഹിയിലാണല്ലോ താമസിക്കുന്നത്. അതെ അതെ, അവരുടെ വീട് ഞങ്ങളുടെ ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് സ്മോൾ തിങ്സില് ഞങ്ങളുടെ ഒക്കെ വീടിന്റെ പേരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അരുന്ധതി റോയ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊക്കെ അന്ന് അവരുടെ അമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ വീടിന്റെ പേരൊക്കെ അതിനകത്തുണ്ട്, അവരെഴുതിയ ബുക്കിനകത്ത്. ഓക്കെ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനാണ് മാം സൈൻ ഔട്ട് ചെയ്യുന്നത്. ക്ഷമയോടെ ഇരിക്കുവായിരുന്നല്ലേ, ഇവിടത്തെ വർത്തമാനം കഴിഞ്ഞിട്ടൊന്ന് സൈൻ ഔട്ട് ചെയ്യാൻ. ഓക്കെ, പ്ലീസ്. Hi, I am Sajina. My duty is to sign out today's class. Thank you, Jisha ma'am, for teaching well and amazing class. The topic we discussed today, Montessori methods, growth and development, modern concept, health and hygiene of children's physical fitness, wellness, and ma'am gave 2 activities. Also, thanks to my classmates for cooperation. Thank you all. Okay, have a nice day. Thank you so much. Next week. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye. Thank you. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am.